നമസ്കാരം. പൊതു തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ ഉത്സവം നമ്മുടെ നാട്ടിലെ പൂരങ്ങൾ പോലെ തന്നെയാണ്. പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾ മുതൽ വമ്പൻ ചാനലുകൾക്ക് വരെ ഒരു ചാകരക്കാലം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PR ഏജൻസികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസികളും തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാഷ്ട്രീയ തന്ത്രജ്ഞർക്കുള്ള പങ്ക് ചെറുതല്ല. സുനിൽ കനകുലു, നിരഞ്ജൻ രമേശ് ബാബു, രജത് സെയ്തി തുടങ്ങിയവരൊക്കെ ഏറെ പ്രസിദ്ധരാണ് എങ്കിൽ പോലും രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ തലതൊട്ടപ്പൻ പ്രശാന്ത് കിഷോർ തന്നെയാണ്. PK എന്നറിയപ്പെടുന്ന പ്രശാന്ത് കിഷോർ നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയം കയ്യിൽ വെച്ച് കൊടുത്ത ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും വളരെയധികം പ്രശംസനീയം തന്നെയാണ്. കാരണം ഏറ്റെടുത്ത 90% അസൈൻമെന്റുകളും വിജയകരമായി തന്നെ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന ഏജൻസിയുടെ തലയിൽ ഉദിച്ചതാണ് ചായ് പേ അടക്കമുള്ള ജനകീയമായ ചില ക്യാമ്പയിനുകൾ. എന്തായാലും BJPയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന ഈ പ്രശാന്ത് കിഷോർ പിന്നീട് JDU, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, YSRCP തുടങ്ങി മിക്ക പാർട്ടികൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ആന്ധ്രാപ്രദേശിലാണ് ഈ പ്രശാന്ത് കിഷോർ ചുവടുറപ്പിച്ചിരിക്കുന്നത്. കാരണം ആന്ധ്രാപ്രദേശിൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഏജൻസിക്കും അല്ലെങ്കിൽ കൂട്ടാളികൾക്കും ഒക്കെയുള്ള പങ്ക് വളരെ വലുതാണ്. ഇടക്കാലത്ത് താൻ ഈ തൊഴിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും പ്രശാന്ത് കിഷോർ വളർത്തിയ ടീം തന്നെയാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ഇവിടെ ആര് ജയിച്ചാലും, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ജയിച്ചാലും PKക്കും കൂട്ടർക്കും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കും. ഒരേ ഏജൻസികളുടെ പല വിഭാഗങ്ങൾ തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടിയും പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മുന്നിൽ സ്ഥാനാർത്ഥികൾ മാത്രമാണ് താരമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ കൂടി താരമാകുന്ന കാലമാണ്. അങ്ങനെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ഏജൻസികളാണ് അവരെ നയിക്കുന്നതെന്നതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിലും മറ്റും പുറത്തു വരികയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.